റമദാനിന് മുന്നേ ഞാൻ എല്ലാ വർഷവും ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. റമദാനിന് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് കിച്ചണിലിരുന്ന് ഫുഡ് ഉണ്ടാക്കി ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തു വെക്കുന്നത്. കുറച്ചധികം തന്നെ വെളുത്തുള്ളി തൊലിച്ചിട്ട് അതൊന്ന് ചതച്ചിട്ട് ആദ്യം നമുക്കിതുപോലെ ഒരു ട്രേയിലേക്ക് സ്ക്വയർ ആയിട്ടുള്ള ട്രേയിലേക്കൊന്ന് ആക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഫ്രീസറിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് അത് നമുക്ക് ക്യൂബ്സ് ആക്കിയിട്ട് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ കിട്ടും. നമുക്ക് ഒരു കറിയിലേക്ക് ഒരു പീസ് ഇട്ട് കൊടുത്താൽ മതി. ആ രീതിയിൽ നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അതനുസരിച്ച് ചെയ്തെടുക്കുക. ഈ ചെയ്ത് വെക്കുന്നതിന് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് കാണരുത്. ഇത് നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തു വെക്കുന്നതാണ്. ഫ്രഷ് വേണം അങ്ങനെയെന്നുള്ളത് എനിക്കും ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷേ ഇതുപോലെ ചെയ്ത് വെച്ച് എനിക്ക് ഈസി ആവാറിന് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ ജോലി നോക്കണ്ടേ. അപ്പോൾ ആ ഒരു ടൈം സേവിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സിബ്ലോ കവറിലാക്കിയിട്ട് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതിൽ നിന്ന് ഓരോന്ന് എടുത്താൽ മതിയല്ലോ. പിന്നെ കുറച്ച് ഇഞ്ചിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഇതേ മെത്തഡിൽ ഞാൻ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തെടുക്കാറ്. നമുക്ക് ചില ഐറ്റംസിലേക്ക് ഇഞ്ചി മാത്രം മതിയാവും, വെളുത്തുള്ളി വേണ്ടി വരില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ചുള്ള സംഭവം ഞാൻ ചെയ്യാറില്ല. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്ത് വെക്കാറ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ആക്കിയിട്ട് അതും സിബ്ലോ കവറിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇതുപോലെ വെച്ചാൽ നമുക്ക് ടേസ്റ്റ് മാറുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും. ഫ്രീസറിൽ വെച്ചാൽ ടേസ്റ്റിനും ഒന്നും മണത്തിനും ഒന്നും ഒരു കുഴപ്പം ഉണ്ടാവാറില്ല കേട്ടോ. അതേപോലെ തന്നെ ഫ്രഷ്നെസ്സിലായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഫ്രൂട്ട്സ് തൊലി ചെത്താനും അതിനൊന്നും നിൽക്കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ. ഇതുപോലെ സിബ്ലോ കവറിലായിരുന്നെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി എത്ര വേണോ അതിനനുസരിച്ച് അതിൽ നിന്ന് മുറിച്ചിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചിക്കു, അതുപോലെ തന്നെ മാങ്ങ, അതുപോലെ പൈനാപ്പിളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഷമാമ്, സ്ട്രോബെറി, ബ്ലൂബെറി അങ്ങനത്തെ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. ഫ്രീസറിൽ വെക്കണമെന്ന് മാത്രം. അപ്പോൾ അതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി അത് കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തില്ല. കുറച്ച് ദിവസത്തിനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും ചെറിയുള്ളി ഇതുപോലെ തൊലി കളഞ്ഞിട്ട് വെക്കാറില്ല. അത് ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മല്ലിയിലയും ഒരുപാടൊന്നും ഇല്ല, അതും നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ കത്രിക വെച്ചിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചിട്ട് ഇത് ഫ്രീസറിലല്ല, ഇത് താഴെ വെച്ചാൽ മതി. ഇത് താഴെയാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് അധികം തന്നെ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. 7 തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് കഴിഞ്ഞാലും എടുക്കാമല്ലോ. നോമ്പിന് അധികവും തേങ്ങ വറുത്തരച്ച കറിയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ വലിയൊരു കടായിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 2 സിബ്ലോ കവറിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇതുപോലെയും ആവശ്യം വരുമല്ലോ. സിബ്ലോ കവറിലാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ ഈസിയാണ്. പാത്രത്തിൽ വെക്കുന്ന പോലെയല്ല. പാത്രത്തിലാവുമ്പോൾ ഒരുപാട് സ്പേസും വേണ്ടി വരും. പിന്നെ അത് തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചെറിയുള്ളി, കറിവേപ്പില, വലിയ ജീരകം, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാനത് തേങ്ങ വറുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പം മിക്സിയിലും ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് വറുക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ഈസി ആയിരിക്കും. ഞാൻ ക്രഷ് ചെയ്യാൻ വിട്ടുപോയതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. വറുത്തെടുത്ത് നന്നായിട്ട് തണുത്ത ശേഷം അതും സിബ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അതും ഞാൻ ഫ്രീസറിൽ തന്നെയാട്ടോ വെക്കാറ്. അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ ഒന്ന് പുറത്തെടുത്താൽ മതി. പിന്നെ കുറച്ചധികം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ ക്ലീൻ ചെയ്ത് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിക്കന്. അത് ഡ്രൈൻ ചെയ്തിട്ട് ഇതുപോലെ ഓരോ പൈപ്പിംഗ് ബാഗിൽ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് വെക്കുന്നത്. നമുക്ക് ഒരു ദിവസത്തെ കറിക്ക് കുറച്ച് ചിക്കൻ മതിയാവൂലേ കറിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അതിങ്ങനെ കുറേ കവറിലാക്കിയിട്ട് സിബ്ലോ കവറിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതങ്ങ് എടുത്താൽ മതിയല്ലോ, അത് മാത്രം. പിന്നെ അതാ സ്നാക്സിനൊക്കെ വേണ്ടിയിട്ട് എല്ലില്ലാത്തത് അത് വേറെ എടുത്തു. പിന്നെ ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളത് അത് വേറെ സിബ്ലോ കവറിലും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാല അപ്ലൈ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമുക്ക് അത്താഴത്തിനൊക്കെ അതിൽ നിന്ന് 3-4 പീസ് മാത്രം എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. മസാല തേച്ച് വെച്ചാൽ ഈസിയാണല്ലോ. പിന്നെ കുറച്ച് പൊരിച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്നാക്സിലേക്കൊക്കെ എടുക്കാം. കുട്ടികളൊക്കെ നോമ്പെടുക്കുമ്പോൾ സ്നാക്സ് വേണ്ടി വരും. അതുപോലെ തന്നെ സമൂസയൊക്കെ അവർക്ക് നിർബന്ധമായിരിക്കും. നമുക്ക് വേണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സമൂസയൊക്കെ അപ്പോൾ വെച്ചുണ്ടാക്കാനൊക്കെ ടൈം ഒരുപാട് എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം തന്നെ സമൂസയ്ക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. സമൂസയുടെ മസാല തന്നെ ഞാൻ കട്ട്ലറ്റിനും എടുക്കാറുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ട് അതുപോലെ സമൂസ ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് സിബ്ലോ കവറിലാക്കിയിട്ട് അതും ഫ്രീസറിൽ തന്നെ വെക്കാം കേട്ടോ. പിന്നെ എല്ലാം ഫ്രഷ് തന്നെ വേണമെന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. റമദാൻ മാസം കഴിക്കാനുള്ള മാസമല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ആരും കഴിക്കാതിരിക്കില്ല അല്ലേ. നമുക്ക് അത്താഴത്തിന് എന്തെങ്കിലും കഴിച്ചാലും നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിച്ചാലല്ലേ പിറ്റേ ദിവസം നമുക്ക് ശരിക്ക് എനർജി ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ ഒരുക്കി വെക്കുന്നു എന്ന് മാത്രം കേട്ടോ. പിന്നെ കുറച്ചധികം തന്നെ ചെമ്മീൻ വലിയ സൈസിലുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മസാല പുരട്ടി വെക്കുക കേട്ടോ ചെയ്യുന്നത്. ബിരിയാണിക്കായാലും അതല്ലെങ്കിൽ അത്താഴത്തിന് പൊരിക്കാനായാലും ഒക്കെ അങ്ങനെ വെച്ചാൽ ഈസിയാണല്ലോ. എല്ലാം കുറേശ്ശെ മതിയല്ലോ ഒരു ദിവസത്തേക്ക്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്താൽ മതി. പിന്നെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. വാഷ് ചെയ്യാതെ തന്നെ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്യാതെ ഞാൻ 2 കവറിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
ഞങ്ങളിവിടെ എന്നും പത്തിരി ഒന്നും ആവില്ല, ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും റൈസൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. എന്നും പത്തിരി ആകുമ്പോൾ ഇവിടെ മടുപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് റൈസൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. പിന്നെ ബാക്കി കുറച്ച് എടുത്തിട്ട് ഇതാ അതുപോലെ കുക്കറിൽ മല്ലി, മഞ്ഞൾ, മുളക് പൊടി, വലിയ ജീരകം, ഉലുവ, അതുപോലെ ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുറേ ഉള്ളി അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു സിമ്പിൾ മസാല വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ അത്താഴത്തിലേക്ക് ഇതിന്ന് കുറേശ്ശെ എടുത്തിട്ട് പൊരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത്താഴത്തിലേക്ക് ഇങ്ങനെ ഞങ്ങൾ ചോറിലേക്ക് ഇതുപോലത്തെ ഐറ്റംസൊക്കെയാണ്, ചെമ്മീൻ പൊരിച്ചതോ ചിക്കൻ പൊരിച്ചതോ ബീഫ് പൊരിച്ചതോ അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ കുറേശ്ശെ മതി. അപ്പോൾ അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതും തണുത്തതിന് ശേഷം സിബ്ലോ കവറിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫ്രീസറിലാട്ടോ ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഫ്രീസറിൽ വെച്ച ടേസ്റ്റിനൊന്നും ഒരു മാറ്റം വരില്ല കേട്ടോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്